Hello, welcome to Madia Classes. Chapter 4 Thousands Around Us ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ഭാഗം പാർട്ട് 1, പാർട്ട് 2 വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരാം. ലാസ്റ്റ് വീഡിയോയിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്പേഴ്സ് ബിയോണ്ട് 1000. 1000 അല്ലെങ്കിൽ 1000 ഒറ്റ 1000 ആവുമ്പോഴാണ് നമ്മൾ വെറുതെ 1000 അല്ലെങ്കിൽ അതിന് 1000 എന്ന് പറയുന്നത്. ഇപ്പോ ഇതുവരെ നമ്മൾ 100 10s 1s എന്ന് എഴുതിയില്ലേ? ഇപ്പൊ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ് thousands. അപ്പൊ ഏതൊരു നമ്പർ, ഞാൻ ഇവിടെ 1 2 3 4 5 ഒരു നമ്പർ ആണെന്ന് വിചാരിക്കുക. ഇതിന് നിങ്ങൾ ഈ റൈറ്റ് സൈഡിലുള്ള നമ്പർ മുതലാണ് നോക്കുക. ഈ റൈറ്റ് മോസ്റ്റ് ഉള്ളതായിരിക്കും വൺസ്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. ഇനി അങ്ങോട്ട് പഠിക്കുന്നതിനനുസരിച്ച് ബാക്കോട്ട് കൂടി 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 വരും. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ്. ഇവിടെ 01, 010, 000, 1000. അപ്പോഴാണ് നമ്മൾ അതിന് 1000 അല്ലെങ്കിൽ തൗസൻഡ്സ് എന്ന് പറയുന്നത്. 1000 ചിത്രങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നിന്റെ ബ്ലോക്ക് ആണിത്. ആ 1 10 ചേരുമ്പോ 10 ആയി മാറും. ഇനി അങ്ങനെയുള്ള 10 10s ചേരുമ്പോഴാണ് 100 ആവുക. അതുപോലെയുള്ള 10 100s ചേരുമ്പോഴാണ് 1000 ആവുന്നത്. അപ്പൊ 1000s എത്ര 1 ഉണ്ട്? 1001 ഉണ്ട് അല്ലേ? ഇവിടുത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു ബ്ലോക്സ് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1000 കുഞ്ഞു ബ്ലോക്ക് കിട്ടും. അതിനർത്ഥം 1000 കുഞ്ഞു ബ്ലോക്കുകൾ ചേർന്നതാണ് 1000. അതുപോലെ എത്ര 100ന്റെ ബോക്സ് ഉണ്ടാകും? ഇതുപോലെയുള്ള വലിയ 100ന്റെ 10 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെയുള്ള 10 അറേഞ്ച് ചെയ്താലാണ് 1000 ആവുക. We will use tokens in place of Dean's blocks for larger numbers. ഇനി വലിയ വലിയ നമ്പറൊക്കെ എഴുതാൻ പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ വലിയ ബ്ലോക്ക് ഒക്കെ വരച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമുക്ക് ടോക്കൻസ് ഉപയോഗിക്കാം. അതായത് 1 ആണെന്ന് മനസ്സിലാവാൻ അതിൻ്റെ ഉള്ളിൽ 1 എന്ന് എഴുതിയിട്ടുണ്ട്. 10 ആണെന്ന് മനസ്സിലാവാൻ നമുക്ക് 10 എന്ന് എഴുതാം. 100 ആണെന്ന് മനസ്സിലാവാൻ 100 എഴുതാം. 1000ന്റെ ഉള്ളിൽ 1000 എന്നും എഴുതാം. ഇവിടെ ഒരു നമ്പർ തന്നിരിക്കുകയാണ് thousands. ഒരു 1000 ഉണ്ട്. അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു യൂണിറ്റ് ബ്ലോക്ക് ആണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എക്സ്ട്രാ 100s ഇല്ല, എക്സ്ട്രാ 10 ഇല്ല. സോ എത്ര 1000 ഉണ്ട്? 1000. ഇനി 100 0 10 0 1. സോ ടോട്ടൽ നമ്പർ ഇസ് 1001. ഇതിന് എന്താ വായിക്കുക? 1001. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കിത് 100 നമ്പർ ആണോ 10,000 നമ്പർ ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 1 10 100 1000 എവിടെയാണോ ഈ ലാസ്റ്റ് നമ്പറിൽ നമ്മൾ എന്താണോ പറയുന്നത് അതിലാണ് ആ നമ്പർ വരിക. ഓക്കെ, സോ ഇത് 1001. Look at the table below and fill in the blanks. ഇവിടെ നോക്കിയേ, ഒരു 1000ഉം ഒരു 1ഉം ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ? അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് 1000 + 1. എത്ര 1000 ഉണ്ട്? 1. എത്ര 100? 0. എത്ര 10? 0. എത്ര 1? 1. So the number is 1001. Number name 1001. അടുത്തത് 1000ന്റെ കൂടെ 2 യൂണിറ്റ് തന്നിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ 1000 + 2. എത്ര 1000 ഉണ്ട്? 1. എത്ര 100 ഉണ്ട്? 0. എത്ര 10 ഉണ്ട്? 0. എത്ര യൂണിറ്റ് നമ്പർ ഉണ്ട്? 1s ഉണ്ട്? 2. സോ ദ നമ്പർ ഇസ് 1002. ഇതുപോലെ തന്നെ 1002. അടുത്ത നമ്പറോ ഒരു 1000 3 യൂണിറ്റും. അപ്പൊ 1000 + 3. മുമ്പ് പറഞ്ഞതുപോലെ ഒരു 1000 ആണ്, 100 0 ആണ്, 10 0 ആണ്, 3 1s ഉണ്ട്. സോ ഇവിടെയും 1003. അടുത്തത് 1000ഉം 1 2 3 4 5 നമ്പേഴ്സ് ആണ്. 1000 + 5. ഒരു 1000 ഉണ്ട്, 100 0 ആണ്, 10 0 ആണ്,
ones 5 ആണ്. So the number is 1005. 1005. ഇവിടെ നോക്കിയേ, 1000ന്റെ കൂടെ ഒരു 10 ആണ് തന്നിരിക്കുന്നത്. സോ 1000 പ്ലസ് 10. ഒരു 1000 ഉണ്ട്, 0 hundreds ഉണ്ട്, 1 10 ഉണ്ട്, 0 ones ഉണ്ട്. അപ്പൊ ആൻസർ എന്താ വരിക? 1010. 1010. 1010. ഇതുപോലെ 1000ന്റെ കൂടെ 100 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 10ഉം ഇല്ല 1ഉം ഇല്ല. 1000 പ്ലസ് 100. 1000, 100, 0 10, 0 1. The number is 1100. ഇനി അടുത്തത് ഒരു 1000 ഉണ്ട്. സോ 1000 പ്ലസ് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? നോ ഹൺഡ്രഡ്സ്. 1 2 3. 3 10s ഉണ്ട്. സോ 30. എത്ര വൺസ് ഉണ്ട്? 1 2 3 4 5 6 7 8. എത്ര തൗസൻഡ്സ് ആണ്? ഒരു 1000. എത്ര ഹൺഡ്രഡ്സ് ആണ്? 0 hundreds. എത്ര 10 ആണ്? 3 10s. എത്ര 1 ആണ്? 8. So the answer is 1038. ഇനി എങ്ങനെ എഴുതുക? 1038. അടുത്തത് എത്ര 1000 ഉണ്ട്? ഒരു 1000 ഉണ്ട് അല്ലേ? 1000 പ്ലസ് 1 2 3 4 hundreds ഉണ്ട്. സോ 400. എത്ര 10 ഉണ്ട്? നോ 10. 1 2. 2 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 ones ഉണ്ട്. സോ 1400, 0 10 and 2 ones. The number is 1402. 1402. അടുത്തത് ഒരു 1000 ഉണ്ട്. 1000 പ്ലസ് 1 2 3 4 5. 5 hundreds ഉണ്ട്. പ്ലസ് എത്ര ടെൻസ് ഉണ്ട്? 1 2 3. 3 10s ഉണ്ട്. ഒറ്റ 1 പോലും ഇല്ല. സോ 1500, 3 10s and 0 ones. Number is 1530. 1530. അടുത്തത് 1 2 3. 3 thousands ഉണ്ട്. ഒരു 100 പോലും ഇല്ല. ഒരു 10 ഉണ്ട്. പിന്നെ 9 ones ഉണ്ട് അല്ലേ? 3 thousands, 0 hundreds, 1 10, 9 ones. So the answer is 3019. 3019. ഇതൊക്കെ ഇനി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതില്ലേ? നമുക്ക് ഇവിടെ നമ്പേഴ്സ് മാത്രം എഴുതാം. നമ്പർ നെയിം ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം കേട്ടോ. എത്ര 1000 ഉണ്ട്? 1 2 3 4 5 6. 6 thousands ഉണ്ട്. പ്ലസ് 1 2 3 4 5 6. 6 hundreds ഉണ്ട്. 600 പ്ലസ് ഇനി എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 5 6. 6 10s ഉണ്ട്. ഇനി പ്ലസ് എത്ര വൺസ് ഉണ്ട്? 1 2 3 4 5 6. 6 ഉണ്ട്. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. 6000 ഉണ്ട്, 600 ഉണ്ട്, 610 ഉണ്ട്, 61 ഉണ്ട്. അപ്പൊ നമ്പർ ഇങ്ങനെയാണ് 6666. എന്താ ഇതിനെ വായിക്കുക? 6666. നമ്പർ നെയിം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. എങ്ങനെ എഴുതുക? 6666. അതുപോലെ ഇവിടെ 1 2 3 4 5 6 7 8 9. 9 thousands ഉണ്ട്. 9000 പ്ലസ് ഒറ്റ 100 പോലും കാണാനില്ല. 1 2 3 4 5 6 7 8 9.
90 ഉണ്ട്, 9 ടെൻസ് ഉണ്ട്. ഇനി യൂണിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൺസ് ഒന്നും ഇല്ല. അപ്പൊ 9000, 0, 100, 9, 10 and 0 ones. എന്താ നമ്പർ? 9090. എന്താ വായിക്കുക? 9090. 9090. Write the numbers in a sequence forward and backward as indicated. 1027, 1028. ഇതെന്താ വരിക? 1029, 1030, 1031, 1032, 1033, 1034. ഇവിടെയോ 2008, 2009, 2008ന്റെ മുന്നേ എന്താണ്? 2007. ഇവിടെയോ 9 കഴിഞ്ഞിട്ട് അടുത്തത് 10 ആണ്. അപ്പൊ ഇവിടെ 10ന്റെ പ്ലേസിൽ ഒന്നുമില്ല. പക്ഷെ ഇനി അവിടെ വരുമ്പോ 2010, 2011, 2012, 2013, 2014. ഇവിടെ ബാക്കോട്ടാണ് പോകുന്നത്. ഇതിനെങ്ങനെയാ വായിക്കുക? നമുക്ക് നോക്കാം. 1, 10, 100, 1000. അപ്പൊ ഇത് 1000 ഉപയോഗിച്ചുള്ള നമ്പർ ആണ്. 4893, 4892. ഇത് പറഞ്ഞു എഴുതണം കേട്ടോ നിങ്ങള്. 4891, 4890. 90യുടെ തൊട്ട് മുമ്പുള്ള നമ്പർ എത്രയാണ്? 89 ആണല്ലേ? 4889, 4888, 4887, 4886. ഇവിടെയോ 8003, 8002, 8001, 8000. ഇനിയാണ് 8000 എന്ന നമ്പറിന്റെ തൊട്ട് മുമ്പത്തെ നമ്പർ എത്രയാണ്? നിങ്ങൾക്ക് ആ ബ്ലോക്ക് ഉപയോഗിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, 10ന്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ എത്രയാണ്? 9 ആണല്ലേ? ഇനി 100ന്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ എത്രയാണ്? 99 ആണല്ലേ? 1000ന്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ എത്രയാണ്? 9999 ആണ്. 2000ന്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ എത്രയായിരിക്കും? ഇവിടെ 1000ന്റെ മുമ്പിൽ 99 ആണെങ്കിൽ 2000ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ എത്രയാണ്? 1999. ഇനി അത് 3000 ആണെങ്കിലോ? 3000ന്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ ആണ് 2999. 4000ന്റെ മുന്നിലാണെങ്കിലോ? 3999. അപ്പൊ ഇവിടെ 8000ന്റെ മുമ്പിലാണെങ്കിലോ? 7999. അത് കഴിഞ്ഞാൽ ഈസി ആണല്ലേ? 7998, 7997, 7996. Let's play. Make the place value slider. Children can take turns to increase or decrease the number as told. ഇവിടെ ഓരോ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ എത്ര നമ്പർ ബൈ ഇൻക്രീസ് ചെയ്യണമെന്നും ഡിക്രീസ് ചെയ്യണം തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നമ്പർ സ്ലൈഡർ ഉണ്ടാക്കി സ്വന്തമായി ചെയ്തു നോക്കൂ. ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെയുള്ള സ്ലൈഡർ ഉണ്ടാക്കുക. നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ നമ്പർ ആണ് 1895. എങ്ങനെയാ വായിക്കുക? 1895. അതിവിടെ സ്ലൈഡറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1895. ഇവിടെ ഇൻക്രീസ് നമ്പർ ബൈ 1 എന്നാണ് പറയുന്നത്. ഇൻക്രീസ്, ഒരു നമ്പർ കൂടുകയാണ്. ഇവിടെ 5 ഉള്ളതിൽ നിന്ന് ഒരു നമ്പർ കൂടിയ എന്ത് സംഭവിക്കും? 5 + 1 6 അല്ലേ? അപ്പൊ നമ്പർ എന്തായി മാറും? 1896. 95 96 ആയി മാറും. ഇനി അടുത്ത നമ്പർ നോക്കിയേ. 2785. എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ 2785. ഇവിടെ ഇൻക്രീസ് നമ്പർ ബൈ 10. നേരത്തെ നമ്മൾ ഇതാണ് 1ന്റെ സാധനം അല്ലേ?
ഇതിലാണ് 1 ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇൻക്രീസ് നമ്പർ ബൈ 10 ആണ്. ഇവിടെയാണ് ഒരു 10 എക്സ്ട്രാ ആഡ് ചെയ്യണം. ഇവിടെ 8 ടെൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. 8 ടെൻസിന് ഒരു 10 കൂടി ആഡ് ചെയ്ത് എന്താവും? 9 ടെൻസ് ആവും. സോ ദ നമ്പർ ബിക്കംസ് 2795. ഇനി അടുത്ത നമ്പർ ആണ് 3369. 3369. 3369 ഡിക്രീസ് ദ നമ്പർ ബൈ 2. ഡിക്രീസ് അത് നമ്പർ ബൈ 2 ആണ്. ഇവിടെ വൺസിന്റെ സ്ഥലത്താണ് 2 ഡിക്രീസ് ചെയ്യേണ്ടത്. ഇവിടെയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഡിക്രീസ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? ഇപ്പൊ 9 ആണുള്ളത്. 1 കുറഞ്ഞ 8 ആവും. 1 കൂടി കുറഞ്ഞ 7 ആയി മാറും. സോ ദ നമ്പർ ബിക്കംസ് 3367. അടുത്ത നമ്പർ ആണ് 5648. എങ്ങനെ എഴുതാം? 5648. ഇതിൽ നിന്ന് ഡിക്രീസ് ദ നമ്പർ ബൈ 10. ഇപ്പൊ എത്ര ടെൻസ് ഉണ്ട് ഇവിടെ? 4 ടെൻസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു 10 കുറച്ചാൽ 310 ആയി മാറും. സോ 5638 ആയിട്ട് മാറും. ഇനി ലാസ്റ്റ് നമ്പർ 6487 ആണ്. 6487. ഇവിടെ ഇൻക്രീസ് നമ്പർ ബൈ 20 എന്നാണ് പറഞ്ഞത്. ആദ്യം നമുക്ക് ആ നമ്പർ എഴുതാം. ആദ്യം നമുക്ക് ഇതിൽ ഒരു 10 ആഡ് ചെയ്ത് നോക്കാം. 6487. ഇതിൽ 8 ടെൻസ് ആണ് ഇപ്പൊ ഉള്ളത്. നമ്മൾ ഇതിന്റെ കൂടെ ഒരു 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 6497 ആയി മാറും. ഇപ്പൊ ഇത് 97 ആണ്. അപ്പൊ 97ന്റെ കൂടെ ഒരു 10 കൂടി ആഡ് ചെയ്താൽ എന്ത് പറ്റും? 107 ആവും അല്ലേ? അപ്പൊ അതിൽ ഒരു 100 ആയി മാറും. അപ്പൊ ഇതെന്താവും? 64ന് പകരം 500, 97ന് പകരം 07. 97 പ്ലസ് 10 107 ആണ്. അപ്പൊ എന്തായി മാറും? 6507. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായി തന്നെ ചെയ്ത് നോക്കുക. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.